രാവിലെ മുതൽ അനീഷിനെ സുപ്രൂട്ട എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലെ നൂറെ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ കൺസേൺ ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന്. പക്ഷെ അവരത് കേൾക്കുന്നില്ല. അവർ തിരിച്ചു പറയുന്നത് അനീഷിന് എല്ലാവരെയും മരക്കെഴുതേന്നും അതും ഇതുമൊക്കെ വിളിക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും അനീഷിനെ ഇങ്ങനെ വിളിക്കാമെന്ന് പറയുന്നു. അനീഷ് പറയുന്നു, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എൻ്റെ വായിൽ നിന്ന് വരുന്ന മോശം വാക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എന്നെ വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ആദിലെ നൂറേം കേൾക്കുന്നില്ല. രാവിലെ മുതൽ മാറി മാറി അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഷാനവാസ് ഏറ്റെടുക്കുന്നുണ്ട്, അക്ബർ ഏറ്റെടുക്കുന്നുണ്ട്, ബിന്നി അതേപോലെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ആദിലേൻ്റെ നൂറേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളാണ് ഇതിന് ബെഡ്റൂമിൽ വെച്ച് തുടക്കമിട്ടത്, ഇപ്പം എല്ലാവരും അത് ഏറ്റെടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ത്രീകളെന്നുള്ളൊരു പരിഗണന നിങ്ങളിങ്ങനെ എടുക്കരുത്, നിങ്ങളുടെ മനസ്സ് അത്രയും നീചമായതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആദിലേൻ്റെ നൂറേൻ്റെ അടുത്ത് അനീഷ് വഴക്കിടുന്നു. ആദിലെ നൂറേം വിട്ടുകൊടുക്കുന്നില്ല. അവർ ആവർത്തിച്ചിട്ട് ഇങ്ങനെ സുപ്രൂട്ട എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷാനവാസും അനീഷിന്റെ പുറകെ നടന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൺസേൺ ഉണ്ടായിട്ടാണോ എന്നെ മരക്കെഴുതിയെന്നും തെറിയൊക്കെ നീ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു ഫണ്ണായിട്ട് 1-2 തവണയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫണ്ണായിട്ട് തന്നെ കാണാൻ പറ്റും, ആസ്വദിക്കാനും പറ്റും. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത്.